Hi, welcome back to my channel. If you are new here, എൻ്റെ പേര് Jess Anthony. ആദ്യം തന്നെ let me start with a few disclaimers. I am not the cleanest person on the planet. എൻ്റെ വീട് അങ്ങനെ എപ്പോഴും പെർഫെക്റ്റ്ലി ടൈഡി ഒന്നുമല്ല. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് ടാസ്കുകൾ മൊത്തം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. താങ്ക്ഫുള്ളി എനിക്കൊരു പാർട്ട് ടൈം ഹെൽപ്പ് ഉണ്ട്. പുള്ളിക്കാരിയാണ് നമുക്ക് ഡെയിലി ഉള്ള ബേസിക് ക്ലീനിങ് ഒക്കെ ചെയ്തു തരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഈസ് ഓൺ വൺ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഓൺ ദ അതർ സൈഡ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്റെ വീടിന്റെ അവസ്ഥയും ഇപ്പോഴത്തെ എന്റെ വീടിന്റെ അവസ്ഥയും കൂടെ കമ്പയർ ചെയ്താൽ ഐ കൻ പ്രൗഡ്ലി സേ ഐ ഹവ് കം എ ലോങ് വേ. ഇപ്പൊ എനിക്ക് ക്ലീനിങ് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടൊന്നും തോന്നാറില്ല. കാര്യങ്ങൾ എന്റെ ഒരു കൺട്രോളിലാണ്. ആൻഡ് ഐ മെയിൻറ്റെയിൻ എ റിലേറ്റീവ്ലി ക്ലീൻ ഹൗസ് വിതൗട്ട് പുട്ടിങ് ഇൻ എ ടൺ ഓഫ് എഫേർട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസിഷനെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A home for everything and everything in its home is the golden rule for a tidy home. നമ്മുടെ വീട്ടില് സ്ഥിരമായിട്ട് മെസ്സിയായിട്ട് ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് എടുത്താൽ അവിടെ ഇരിക്കുന്ന പകുതി സാധനങ്ങൾ നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് സ്ഥലത്ത് തിരിച്ചു വെക്കാത്തവയായിരിക്കും. ബാക്കി പകുതി ഇതുപോലെ തിരിച്ചു വെക്കാൻ ഒരു കറക്റ്റ് സ്ഥലം ഇല്ലാത്തതും. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് എടുക്കാനും തിരിച്ചു വെക്കാനും ഒക്കെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് തന്നെ. ഒരു സ്പേസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുപോലുള്ള സാധനങ്ങൾ ഒരുമിച്ച് വെക്കാം. നമുക്ക് മെഡിസിൻസ് ഒക്കെ ഇതുപോലുള്ള ഒരു ബോക്സിൽ ഒരുമിച്ച് വെക്കാം. അതുപോലെ ക്ലീനിങ് സപ്ലൈസ് ഒരുമിച്ച് വെക്കാം. അങ്ങനെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഈസിലി ആക്സസിബിൾ ആയിട്ട് വെക്കാം. ഇപ്പൊ കിച്ചണിൽ ഡീപ് ക്യാബിനറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സ്പൈസസ് ഫ്രണ്ട് റോയിലും ബാക്കിയുള്ളതൊക്കെ ബാക്ക് റോസിലും വെക്കാം. പിന്നെ വർഷത്തിൽ 1-2 തവണ മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് മേളിൽ എവിടെയെങ്കിലും മാറ്റി സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ലേബൽ ചെയ്ത് വെക്കുക. സോ ദാറ്റ് വെൻ യു നീഡ് ദാറ്റ് ഐറ്റം യു നോ എക്സാക്ട്ലി വെയർ ടു ലുക്ക് ഫോർ ഇറ്റ്. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ വീട് മൊത്തം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈമും എഫേർട്ടും ഒക്കെ വേണ്ടി വരും. പക്ഷെ വൺസ് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമ്മൾ രണ്ട് കാര്യങ്ങളെ ചെയ്യേണ്ടു. ഒന്ന്, നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതിന്റെ സ്ഥലത്ത് തിരിച്ചു വെക്കുക. രണ്ടാമത്, നമ്മൾ വീട്ടിലേക്ക് പുതിയൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ്ലി ഒരു സ്ഥലം അസൈൻ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത് നമ്മുടെ കിച്ചണുകളിലാണ്. ചിലരുണ്ട് അവർക്ക് എത്ര വേണേലും കുക്ക് ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പറ്റില്ല. എനിക്ക് തിരിച്ചാണ്, എനിക്ക് എത്ര വേണേലും ക്ലീൻ ചെയ്യാമെന്ന കുക്കിംഗ് കുറച്ച് മടിയാണ്. പക്ഷെ എങ്ങനെയായാലും വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, നമ്മുടെ ഒരു നോർമൽ ലൈഫിൽ നമ്മൾ കുറേശ്ശെ കുക്കിങ്ങും ക്ലീനിങ്ങും ഡെയിലി ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇന്റർവെൽസ്, അതായത് വെള്ളം തിളച്ച് വരാനുള്ള ടൈം അല്ലെങ്കിൽ കുക്കറിൽ നിന്ന് വിസിൽ വരാനുള്ള ടൈം, അങ്ങനെയുള്ള വെയിറ്റിംഗ് പീരീഡ്സ് യൂട്ടിലൈസ് ചെയ്ത് കുറേശ്ശെ ക്ലീനിങ്ങും കൂടെ ചെയ്തു പോയാൽ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഓവറോൾ ടൈം നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും. നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ആ ചൂടിലിരുന്ന് പതിയെ കുക്കായി വരുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം. അതേപോലെ ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ തിരിച്ചു വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വെക്കാം. അങ്ങനെ ഫുഡ് കുക്കായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു 80% ക്ലീനിങ്ങും കഴിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണമുള്ളത്, നമ്മളൊരു ടൈം പ്രഷറിലാണല്ലോ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊരു ഹാബിറ്റ് എന്നോ ഹാക്ക് എന്നോ ഒക്കെ പറയാം. മെസ്സ് ബിൽഡപ്പ് ആവാനായിട്ട് നോക്കി നിൽക്കാതെ അപ്പ അതിന്റെ സോഴ്സിൽ പോയി ടാക്കിൾ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മേശപ്പുറത്ത് കപ്പിന്റെ പാട് വീഴാതിരിക്കാൻ വേണ്ടി കോസ്റ്റേഴ്സ് ഉപയോഗിക്കാം. എന്തെങ്കിലും സ്പില്ലേജ് വന്നാൽ അപ്പൊ തന്നെ തുടച്ച് വൃത്തിയാക്കുക. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ സ്ക്രാപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം കൗണ്ടറിൽ തന്നെ വെക്കുക. എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ തെറിച്ച് അവിടെ ഇവിടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്ലാറ്റർ സ്ക്രീൻ ഉപയോഗിക്കുക. ഇതെല്ലാം മൈനർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. പക്ഷെ നമ്മൾ പിന്നീട് തിരിച്ചു പോയി ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമും എഫേർട്ടും ഒക്കെ നല്ലതുപോലെ സേവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാബിറ്റിന്റെ ഒരു തുടർച്ച തന്നെയാണ്. If a task takes less than 2 minutes to complete, do it immediately rather than postponing it. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ടാസ്കുകൾ, അതിപ്പോ വേസ്റ്റ് കൊണ്ടുപോയി പുറത്ത് വെക്കുന്നതാവാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഒരു ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, ഇതെല്ലാം പിന്നത്തേക്കിന് മാറ്റി വെക്കാതെ അപ്പപ്പോ ചെയ്തു തീർക്കുക. ഇതിന് വേറൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഒരു വലിയ ടാസ്ക് ആണെങ്കിൽ പോലും ഇതേ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി അതിലൊന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വാർഡ്രോബ് ഡീക്ലട്ടർ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇതിലൊരു ഡ്രോയറോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയോ മാത്രം എടുത്തിട്ട് അത് മാത്രം 2 മിനിറ്റ്സിൽ പെട്ടെന്നൊന്ന് ഡീക്ലട്ടർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട്
പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് ഓടി വന്ന് ഇത് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. ഈ 2-minute റൂൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ക്ലീനിങ്ങിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും ഇത് നമുക്ക് വർക്കിലും സ്റ്റഡീസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ടൂളും കൂടെയാണ്. നമ്മുടെ വീട്ടിലുള്ള ഹൊറിസോണ്ടൽ സർഫസുകൾ, അതിപ്പോ കിച്ചൺ കൗണ്ടർ ആവാം, ടേബിൾ ടോപ്സ് ആവാം, അതെല്ലാം മാക്സിമം ക്ലിയർ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ കിച്ചണിലൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് അകത്ത് വെച്ച് പൂട്ടാൻ പറ്റില്ല, കുറച്ചൊക്കെ നമുക്ക് കൗണ്ടറിൽ വേണം. പക്ഷെ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് സ്കാറ്റേർഡ് ആക്കി വെച്ചാൽ ഇറ്റ് ഗിവ്സ് എ ക്ലട്ടേർഡ് ലുക്ക്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ട്രേസ് ഓർ ബാസ്കറ്റ്സ് ടു ഹോൾഡ് ദം ടുഗദർ. ഈ ക്ലട്ടർ അട്രാക്ട്സ് ക്ലട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എവിഡന്റ് ആവുന്നത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിലാണ്. ഈ ഡൈനിങ് ടേബിൾ എപ്പോഴും ഇങ്ങനെ ക്ലിയർ ആക്കി ഇട്ടാൽ അത് കുറെ ദിവസം അങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പോൾ എന്നാ ഈ ബാഗ് ഇവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെച്ചു പോയാൽ വിത്തിൻ an hour എവിടുന്നാന്നറിയില്ല ഈ ടേബിൾ നിറച്ച് സാധനങ്ങളാവും. പിന്നെ അത് കുറെ ദിവസം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇതുപോലുള്ള സർഫസുകളിൽ ഒരു സാധനം പോലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് വെക്കാതിരിക്കാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വേണം. നമ്മളൊരു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ സ്പേസ് ക്വിക്കായിട്ടൊന്ന് റീസെറ്റ് ചെയ്തിട്ട് മാറുക. നമ്മൾ സോഫയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ത്രോ പില്ലോസോ ബ്ലാങ്കറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒതുക്കി വെക്കുക. കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ക്ലിയർ ചെയ്യുക, അതിന്റെ കസേരയെല്ലാം കറക്റ്റ് സ്ഥലത്ത് പിടിച്ചിടുക. അതേപോലെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ റൂം മൊത്തത്തിൽ ഓടിച്ചൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് കഴിഞ്ഞ സാധനങ്ങൾ തിരിച്ചു വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് തിരിച്ചു വെച്ചിട്ട് വരിക. ആദ്യത്തെ കുറച്ച് ദിവസം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കോൺസ്റ്റന്റ് റിമൈൻഡേഴ്സ് വേണ്ടി വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു മസിൽ മെമ്മറി ആയിക്കോളും. ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് എടുത്തിട്ട് നമ്മളുടെ ടേബിളോ ക്യാബിനോ ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് റീസെറ്റ് ചെയ്തിട്ട് ഇറങ്ങുക. അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു കാര്യവും ഫോളോ ചെയ്തില്ലെങ്കിലും ഈ ഒരു ഹാബിറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ വീട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കിടക്കും. രാവിലെയും വൈകിട്ട് ഒരു 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് വീട് ക്വിക്കായിട്ട് ടൈഡി ചെയ്യാം. അപ്പൊ രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ടൈമും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഉള്ള ടൈമും ആയിരിക്കും ഇതിന് ബെസ്റ്റ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. 10 മിനിറ്റ് ടൈമർ ഇടുക എന്നുള്ളതാണ് മെയിൻ. നമുക്ക് 10 മിനിറ്റിൽ എന്തുമാത്രം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താൽ മതി. ഹാബിറ്റ്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ദ മോർ യു ഡു ഇറ്റ് ദി ഈസിയർ ഇറ്റ് ബിക്കംസ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സെയിം 10 മിനിറ്റ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന കാര്യമാണല്ലോ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് കിട്ടുവാണ്. ഇത് ഭയങ്കര റിവാർഡിങ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ഇത്രയാണ് ഒരു ക്ലീൻ ആൻഡ് ടൈഡി സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 7 ക്ലീനിങ് ഹാബിറ്റ്സ്. ഇപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് ചിലപ്പം ഇത് വീട്ടമ്മമാർക്കുള്ള പൊടിക്കൈകളായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയാലും ബാച്ചിലർ ആയാലും ഫാമിലി മാൻ ആയാലും നിങ്ങളുടേതായ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഹാബിറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.